ഹലോ, വെൽക്കം ടു സാൻസ് കിച്ചണറ്റ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കബാബാണ്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നമുക്ക് കബാബ് ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാനിവിടെ 500 ഗ്രാം ബോൺലെസ് ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഇത് ചെറുതായി കട്ട് ചെയ്തതിന് ശേഷം നമുക്കിതൊരു ജാറിലേക്ക് ഇട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. ഇതൊട്ടും വെള്ളം ചേർക്കാതെ വേണം അരച്ചെടുക്കാൻ. ക്വാണ്ടിറ്റി കൂടുതലുള്ളതുകൊണ്ട് ഞാനിത് 2 തവണയായിട്ടാണ് അരച്ചെടുക്കുന്നത്. അപ്പോൾ ഇനി രണ്ടാമത് അരക്കുന്നതിൻ്റെ കൂടെ നമുക്ക് 5 വെളുത്തുള്ളി, ഒരു വലിയ കഷ്ണം ഇഞ്ചി, 3 പച്ചമുളക്. ഞാനിവിടെ കുറച്ച് സ്പൈസി ആയിട്ടുള്ള കബാബാണ് ഉണ്ടാക്കുന്നത്. സാധാരണ കബാബ് അത്ര സ്പൈസി അല്ല. ഇവിടെ അതുകൊണ്ടാണ് ഞാൻ 3 പച്ചമുളക് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു പിടി മല്ലിയിലയും 4-5 പുതിനയിലയും കൂടി ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ട മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, ആവശ്യത്തിന് ഉപ്പും, 1 ടീസ്പൂൺ നാരങ്ങാനീരും. അതിൻ്റെ കൂടെ ഒരു സവാള ഫ്രൈ ചെയ്തെടുത്തത് കൈകൊണ്ടൊന്ന് ക്രഷ് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് ഇത് നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാം. സവാള ഫ്രൈ ചെയ്തെടുത്ത് കബാബിലേക്ക് ചേർക്കുന്നത് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബ്രെഡ് ക്രംസും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഒരു തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ബ്രെഡ് ക്രംസ് കൂടി ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് കബാബ് ഉണ്ടാക്കുന്നതിനായിട്ട് അരച്ചു വെച്ചിരിക്കുന്ന ചിക്കൻ സ്റ്റിക്കിൽ വെച്ച് ഷേപ്പ് ചെയ്തെടുക്കാം. ഞാനിവിടെ 2 രീതിയിൽ ചെയ്യുന്നുണ്ട്. ഒന്ന് പിടിഭാഗം റൗണ്ട് ഷേപ്പായിട്ടുള്ള സ്പൂണിൽ വെച്ചും രണ്ടാമത്തേത് ബാംബൂ സ്ക്വയേഴ്സിൽ വെച്ചും. ഇനി കയ്യിൽ ഒരല്പം എണ്ണ തടവി അത് സ്പൂണിൻ്റെ പിടിഭാഗത്തും കൂടി ഒന്ന് പുരട്ടിയതിന് ശേഷം ചിക്കൻ ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കാം. ബാംബൂ സ്ക്വയേഴ്സ് വെച്ച് ഷേപ്പ് ചെയ്തെടുക്കുമ്പോൾ ഈ സ്റ്റിക്ക് 30 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് വേണം ഷേപ്പ് ചെയ്തെടുക്കാൻ. ഇതുപോലെ നമുക്ക് എല്ലാ കബാബ്സും ഷേപ്പ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ചൂടായ പാനിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് കബാബുകൾ ഓരോന്നും ഇതുപോലെ വെച്ച് കൊടുക്കുക. ഇത് ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. നമുക്കിത് ഓരോ സൈഡും ഇതുപോലെ തിരിച്ചും മറിച്ചും വെച്ച് 15 മുതൽ 20 മിനിറ്റ് വരെ വേവിച്ചെടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കണം, ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. അപ്പോൾ നമ്മുടെ കബാബ് റെഡിയായി വന്നിട്ടുണ്ട്. ഞാനിവിടെ കുബൂസിൻ്റെ കൂടെയാണ് സെർവ് ചെയ്യുന്നത്. കുബൂസ് ഞാൻ ഇതിൻ്റെ കൂടെ തയ്യാറാക്കിയിട്ടുണ്ട്. അതിൻ്റെ വിശദമായ ഒരു വീഡിയോ പിന്നീട് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ കബാബ് കുബൂസിൻ്റെ കൂടെയും മല്ലിയില ചട്നിയുടെ കൂടെയുമാണ് സെർവ് ചെയ്യുന്നത്. മല്ലിയില ചട്നി കബാബിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.